പിടിച്ചോളി മക്കളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. നോക്കാതെ പോകേണ്ട മക്കളെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് അതിന് വരുന്ന ചരിത്രം, അതാ ടൈം ലൈൻ. പിന്നെ എൻ്റെ മക്കൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏതെങ്കിലും എക്സാമ്പിൾ ചോദിക്കാൻ ചാൻസ് എന്തായാലും മക്കൾക്ക് വരും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾ പഠിക്കാനുള്ള സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ വരുന്നതാണ്. ഇത് റെസ്പോൺസിബിലിറ്റി ഫോർ ഗവൺമെന്റ്. ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് മക്കൾ മനസ്സിലാക്കിയേക്കുക. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേ ക്യാൻ ഗോ ടു സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന റൈറ്റിനെ നമ്മൾ റിട്ട് എന്ന് വിളിക്കും. ഇത്രയും പോയിന്റ് മനസ്സിലാക്കുക. ഇനി ടൈം ലൈൻ മക്കൾ മനസ്സിലാക്കണം. 1215 ആദ്യമായിട്ട് മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ടുവരണം, ജനങ്ങൾക്ക് അവകാശം കൊണ്ടുവരണം പറഞ്ഞത്. പിന്നെ 1759 അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റിലാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അതിലൂടെ എന്ത് ചെയ്തു, കുറേ രീതിയിൽ എന്ത് ചെയ്തു, ഭരണഘടനയിലേക്ക് ഉൾപ്പെട്ടു. പിന്നെ 1759 ഫ്രഞ്ച് വിപ്ലവത്തിൽ അവർ കൊടുത്തിരുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ എന്ത് ചെയ്തു, മൗലികാവകാശം കിട്ടി. പിന്നെ 1948 UN എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതിലൂടെ വന്ന് മനസ്സിലാക്കുക. അതാണ് ഈ 6 മക്കൾ പഠിച്ചു വെക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ സമത്വത്തിന് അവകാശം പഠിച്ചേക്കണം, ചൂഷണത്തിൽ അവകാശം പഠിച്ചേക്കണം, അതേപോലെ തന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം പഠിച്ചേക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത ചോദ്യമായിട്ട് ഞാൻ വരാം. ബൈ.